ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് തുളസി പൂജ എങ്ങനെ വന്നു, പിന്നെ തുളസി വിവാഹം എങ്ങനെ ആചരിക്കുന്നു എന്നതിനെ പറ്റി മനസ്സിലാക്കാം. പത്മപുരാണ പ്രകാരം വൃന്ദ എന്ന യുവതി ജലന്ധര എന്ന ദുഷ്ടരാക്ഷസനെ വിവാഹം കഴിച്ചു. അവൾക്ക് മഹാവിഷ്ണുവിൽ വിശേഷമായ ഭക്തിയുണ്ടായിരുന്നു. ഇത് ജലന്ധരന് ഇഷ്ടമില്ലായിരുന്നു. അവനു ദേവാനുദേവതകളുടെ മേലെ യുദ്ധം ചെയ്യുകയായിരുന്നു. ഈ പരിസ്ഥിതിയിൽ ശിവ പിന്നെ മറ്റു ദേവതകളും വിഷ്ണുവിനെ മറച്ചുവെച്ചു. വൃന്ദയുടെ ശുദ്ധമായ പ്രതിവ്രതാ ധർമ്മം മൂലം ജലന്ധര മരണത്തെ വിജയിച്ചു. വിഷ്ണു ജലന്ധരന്റെ രൂപം ധരിച്ച് വൃന്ദയുടെ അടുത്തേക്ക് വന്നു. പ്രതിവ്രതയായ അവളെ മോഹിപ്പിക്കാൻ ശ്രമിച്ചു. ഈ അവസരത്തിൽ ശിവൻ ജലന്ധര രാജാവാണെന്ന് അനുമോദിക്കപ്പെട്ടു. അവളുടെ ചാരിത്രത്തെ തോൽപ്പിക്കുന്ന വിധം വിഷ്ണുവിന് വൃന്ദ ഹൃദയഹീനയായി, നീ കറുത്ത കല്ലായി മാറും എന്ന ശാപവും കൊടുത്തു. അവളുടെ ചാരിത്രത്തെ തന്നെ വിഷ്ണു വൃന്ദാദേവി ഹൃദയഹീനയായി വൃന്ദ തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരണപ്പെട്ടു. വിഷ്ണു അവളുടെ പ്രതിവ്രതാ ധർമ്മത്തെ മറച്ചുവെച്ചു. വിഷ്ണു അവളുടെ ആത്മാവ് തുളസിച്ചെടിയായി പരിവർത്തനപ്പെട്ടു. ഇനിയുള്ള ജന്മത്തിൽ ശാലിഗ്രാമമായി പ്രബോധിനി ഏകാദശിയുടെ ദിവസം തുളസിച്ചെടിയെ വിവാഹം കഴിച്ചു. ഇതിൻ്റെ സംഗ്രഹമാണ് തുളസി ശാലിഗ്രാം വിവാഹം. തുളസിച്ചെടിക്ക് കല്യാണം എന്നാൽ മഴക്കാലം കഴിഞ്ഞ് തണുപ്പുകാലത്ത് ഹിന്ദു കല്യാണങ്ങൾ ആരംഭമാകുന്ന സമയമാണ്. തുളസി എന്നാൽ അവൾക്ക് അങ്ങനെ ഒരു തൂക്കമാക്കുന്ന ഒരു ശീലമില്ല. ഭഗവന്തന സേവയിൽ തുളസി വളരെ പ്രധാനപ്പെട്ട സ്ഥാനം അവൾക്കുണ്ട്. തുളസിയില ഇല്ലാതെ ഭഗവാൻ വിഷ്ണു ഒന്നും സ്വീകരിക്കുകയില്ല. ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സ്ഥാനം പിടിച്ചു തുളസി ശാലിഗ്രാം വിവാഹം ആചാരം എങ്ങനെയെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. തുളസിച്ചെടിയുടെ ചുവട്ടിൽ കോലം വരച്ച് പൂവ്, മാവിൻ്റെ ഇല എന്നിവ കൊണ്ട് അലങ്കരിക്കും. ശാലിഗ്രാം എന്നാൽ മഹാവിഷ്ണുവിൻ്റെ മൂർത്തി അഥവാ കൃഷ്ണൻ്റെ മൂർത്തി എന്ന് കരുതി പൂജിക്കും. തുളസി ചെടിയോടൊപ്പം നെല്ലിക്കയുടെ ചെടി നട്ട് പൂജിക്കുന്നതാണ് പതിവ്. പൂജ ചെയ്യുന്നവർ ഉപവാസം ഇരിക്കും. തുളസിച്ചെടിക്ക് ചുറ്റും കല്യാണ മണ്ഡപം സ്ഥാപിക്കും. ഇതിനെ തുളസി ഗോപുരം എന്ന് വിളിക്കും. വൃന്ദയുടെ ആത്മാവ് രാത്രി മുഴുവൻ അടുത്ത ദിവസം രാവിലെ വരെ ഉണ്ടാവും എന്ന വിശ്വാസം ഉണ്ട്. തുളസിച്ചെടിയെ ഒരു കല്യാണ പെണ്ണായി അലങ്കരിച്ച് ഗജ്ജവസ്ത്രം ഉടുപ്പിക്കുന്നു. അതിനുശേഷം വിവാഹമായ സ്ത്രീകൾക്ക് കുങ്കുമം കൊടുത്ത് നമ്മുടെ യഥാശക്തിയായ ഉടവസ്ത്രങ്ങൾ കൊടുക്കും. തുളസിച്ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ശ്ലോകം ചൊല്ലണം. വൃന്ദായേ തുളസി ദേവ്യായേ വൃന്ദായേ കേശവായ ച കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവതേ നമോസ്തുതേ. ദിവസവും ആരാണോ തുളസി പൂജ ചെയ്യുന്നത് അവർ കൃഷ്ണഭക്തിക്ക് പാത്രരാകും. യാനി കാനി ച പപാനി ബ്രഹ്മഹത്യാ കാനി ച താനി കാനി പ്രണത്യന്തി പ്രദക്ഷിണേ പദേ പദേ. ആരാണോ പ്രതിദിനം ഈ മന്ത്രം 3 പ്രാവശ്യം പറഞ്ഞ് പ്രദക്ഷിണം ചെയ്യുന്നു ബ്രഹ്മഹസ്ത എന്ന പാപങ്ങളിൽ നിന്നുകൂടി അവർ മുക്തരാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.